ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. നമ്മളിന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാം. നമ്മൾ ആദ്യം വിചാരിച്ചു ഫോട്ടോസ് വെളിയിൽ പോകും. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ കൊച്ചിനെ കൊണ്ട് പോലെ കുറച്ച് സീനാണ്. അപ്പം നമ്മൾ വിചാരിച്ചു TPയിൽ പോകായിരുന്നു, പള്ളുരുത്തിയിൽ. അതാകുമ്പോൾ വലിയ സീനില്ല. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയത് കാരണം ഓട്ടോ എടുത്തിട്ട് ഇടക്കൊച്ചിക്ക് പോയി. അവിടെ നിന്നാണ് ഫോട്ടോച്ച് ബസ് കയറിയിട്ട് നമ്മൾ പള്ളുരുത്തിയിൽ പോയി ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ TPയിലെത്തി. ഇപ്രാവശ്യത്തെ പപ്പാനി TP തൂക്കിയിട്ടാ. വെളിയിലത്തേക്കാൾ അടിപൊളി പപ്പാനിയായിരുന്നു. പക്ഷേ ലാസ്റ്റ് കത്തിക്കാൻ നേരത്തെ മാനെടുത്ത് മാറ്റിയിട്ടാ. അതെന്താ സംഭവം എന്ന് മനസ്സിലായി. ചിലപ്പോൾ മാനിനെ കത്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വൈബ് കൊണ്ടായിരിക്കാം. കറക്റ്റ് എനിക്കറിയാൻ പാടില്ല. നമ്മൾ ചെന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നോർമൽ അവിടെ കളിക്കാൻ വന്ന പിള്ളേരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ വിചാരിച്ചു 12 മണി വരെ ഇവിടെ നിൽക്കേണ്ടതല്ലേ, അപ്പം നമുക്കൊന്ന് ബാബീൻ്റെയൊക്കെ അടുത്ത് പോയി ഫ്രഷായി അവന് ജസ്റ്റ് പാലൊക്കെ കൊടുത്ത് അവനെയും കുറച്ച് ഓക്കെ ആക്കിയിട്ടൊക്കെ തിരിച്ച് വരാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ നൈസായിട്ടൊന്ന് ചമ്മി. അവിടെ ബാബി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വിളിച്ച് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞു ബാബിക്ക് വയ്യാത്തരം ബാബീൻ്റെ വീട്ടിലാണെന്നു. അപ്പം നമ്മ എന്ത് ചെയ്തു, എൻ്റെ ഒരു കുഞ്ഞുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഇരുന്നു. അപ്പോൾ ഉമ്മ വരാൻ വെയിറ്റ് ചെയ്യാൻ കൂടുതൽ നമ്മളവിടെ നിന്നത്. ഉമ്മ പറഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ നേരത്തെ പൊക്കും, ഉമ്മ വന്നോളാം പണി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പയ്യെ ഇറങ്ങി പാർക്കിലൊക്കെ പോയി. അവിടെ ചെന്ന് നിന്നിട്ട് പിന്നെ ടൈം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഒരുപാട് നേരം അവിടെ തന്നെയായിരുന്നു. അവിടെ മറ്റേ എക്സസൈസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം അത് ശ്രദ്ധിച്ചില്ല. കൊച്ചൂനാലാടിനൊക്കെ നോക്കിക്കൊണ്ട് നമ്മളവിടെ നിന്ന്. പിന്നെ ഞാനും ലൈലാപ്പിയും ഫർസും ഉമ്മയൊക്കെ കൂടെ ഇറങ്ങിയിട്ട് അതിനകത്ത് തന്നെയായിരുന്നു കൂടുതൽ ടൈമും. ഫുള്ള് അതിനകത്ത് കളിച്ച് പിന്നെ സമയം പോണതേ അറിഞ്ഞില്ല. ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പറമ്പിലേക്കൊക്കെ ചെന്നത്. DJക്ക് അങ്ങോട്ട് പോയതൊക്കെ തന്നെ. അത്ര നേരം നമ്മൾ അവിടെ കിടന്ന് കളിച്ചും ഇതാക്കി. പിന്നെ കൊച്ചിന് പാലൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ അവിടെ തന്നെ ഇരുന്നു.
ഞങ്ങള് തറകളായി. I'm
അങ്ങനെ തുള്ളലും ചാടലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇത്താത്തൻ്റെ അടുത്ത് പോയി സുഖമായിട്ട് കിടന്ന് അങ്ങോട്ട് ഇറങ്ങി. ഗായ്സ് ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ. എന്തോ 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റത്. ഭയങ്കരമായിട്ട് ലേറ്റായി കിടന്നത്. അപ്പോഴത്തേക്കും എൻ്റെ ശർക്കര എഴുന്നേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് വെച്ചാൽ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഈ ശർക്കൻ്റെ താളേൻ്റെയും ആ ശർക്കൻ്റെയും സൗണ്ട് ആയിക്കോട്ടാ. ആ ശർക്കര ഇല്ലാണ്ട് വോയിസ് ഓവർ ചെയ്യുന്നതൊക്കെ നടക്കൂല. ചെക്കൻ കുറച്ച് വാശിയിലാണ്. അങ്ങനെ ഞങ്ങൾ കാർണിവൽ കാണാൻ ഇറങ്ങിയിട്ടാണ്. അവിടുത്തെ ഫുഡ്, രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത്, റെഡിയായി പോകുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് കാർണിവൽ കാണാൻ പോകണേ ഞങ്ങൾ. അവിടെ ചെന്നപ്പോൾ വൻ തിരക്കായിരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മര്യാദക്കൊന്നും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാരും പിടിച്ചിട്ടുണ്ട്. എടുത്തോളം അല്ലാതെ രക്ഷയില്ല. അടുത്തോളം ആരൊക്കെ ഉണ്ടാവും? ഗോലി കളിക്കണം, ഗോലി കളിക്കണം, ഗോലി കളിക്കണം. പഠിക്കണം, അതേ പഠിക്കും. 12ാം ക്ലാസ്സിൽ പഠിപ്പ്. പിന്നെ കൊച്ചുമാതിനെ പഠിച്ചില്ല, പോയിക്കോട്ടെ. ശാപം വേണം, ശാപമുണ്ട്. പണിയാവും, പണിയാവും.
മനുഷ്യനും വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടുന്ന ശക്തിയുടെ പരീക്ഷണശാല. വെളിച്ചം പകരാൻ അവർ ഉപയോഗിച്ചതാകട്ടെ മനുഷ്യ തീപ്പന്തങ്ങൾ. അധികാരവർഗത്തിന്റെ ക്രൂര വിനോദങ്ങൾക്ക് ഇരയായത് എത്രയോ നിഷ്കളങ്ക മനുഷ്യർ. ജാതിമത വർണ്ണ വർഗത്തിന്റെ പേരിൽ മനുഷ്യർ ഇന്നും പീഡിപ്പിക്കപ്പെടുന്നു, അടിമകളാക്കപ്പെടുന്നു, യുദ്ധങ്ങളുണ്ടാകുന്നു. അധികാരം നിലനിർത്താൻ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന അധികാരവർഗം, ഭരണാധികാരികൾ കൊളോസിയത്തിന്റെ മറ്റൊരു രൂപമായി ഇന്നും ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ സംഭവിച്ച മഹാദുരന്തത്തിന്റെ ഇരകളിൽ ഒരാളായ ഷിനിച്ചി എന്ന 4 വയസ്സുകാരൻ ജീവനെത്തി കിടക്കുമ്പോഴും തന്റെ പ്രിയപ്പെട്ട സൈക്കിളിൽ നിന്നും പിടിവിട്ടിരുന്നില്ല. യുദ്ധനിലയിലെ ബാല്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഈ കുഞ്ഞു സൈക്കിൾ 80 വർഷത്തിന് ശേഷവും ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഷിനിച്ചി എന്ന 4 വയസ്സുകാരന്റെ ഓർമ്മയ്ക്ക് മുൻപിലും ലോകത്തെമ്പാടും യുദ്ധക്കെടുതികളായി ബാല്യം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊച്ചിൻ ഫിലിംസ് നിശ്ചല ദൃശ്യം സമർപ്പിക്കുന്നു. കൊച്ചിൻ ഫിലിംസ് അവതരിപ്പിക്കുന്നു യുദ്ധമേഖലയിലെ ബാല്യങ്ങൾ. യുദ്ധം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം പഴക്കമുള്ള വാക്ക്. എന്തിനു വേണ്ടിയായാലും ഒരു യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ആ നാട്ടിലെ കുട്ടികൾ തന്നെയാണ്. അവർക്ക് പഠിക്കാൻ പാഠശാലകളോ കളിക്കാൻ പാർക്കുകളോ ഇല്ല. ചുറ്റും കാതടിപ്പിക്കുന്നതും ഉച്ചകൾ. സിറിയയിലോ ആകട്ടെ അധികാരത്തിന്റെയും പണത്തിന്റെയും പേരിൽ ഉലകം വെളുക്കുന്ന മനുഷ്യവർഗത്തിന്റെ വാശിയുടെ വൈരാഗ്യത്തിന്റെ ഇരകളാകേണ്ടി വരുന്നത് തിരിച്ചുപാലിൽ. ഇങ്ങനെ ദൃശ്യത്താൽ ഈ സ്ഥിതിക്ക് മാറ്റം വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. എന്നാൽ ഇത് അവതരിപ്പിക്കാതെ പോകാൻ ഞങ്ങൾക്കാവുകയുമില്ല. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ സംഭവിച്ച ദുഷ്ടന്മാരെ കണ്ടെത്തി കൊന്ന് അവരുടെ ചോര കുടിക്കും. നല്ലവർക്ക് അവളൊരു ദേവിയാണ്, അല്ലാത്തവർക്ക് യക്ഷിയും. രാത്രിയുടെ ഭീകരതയിൽ ഇരുൾ പടരുമ്പോൾ കള്ളിയങ്കാട്ടിലെ പാലപ്പൂക്കളുടെ മണം കാറ്റിൽ അലിഞ്ഞു ചേരും. അത് നീലിയുടെ വരവറിയിക്കുന്ന അടയാളമാണ്. ചിലമ്പൊച്ചുകൾ കേൾക്കാത്ത, നിഴലുകൾ പോലും ഭയക്കുന്ന പാതിരാത്രിയിൽ അവളുടെ ഇരുട്ടിൽ തിളങ്ങുന്ന ചുവന്ന തീപ്പൊരി കണ്ണുകളിൽ നോക്കുന്ന പാപിക്ക് പിന്നെ മോചനമില്ല. കാറ്റിൽ രക്തത്തിന്റെ ഗന്ധം പടരുമ്പോൾ മനസ്സിലാക്കുക, നീലി തന്റെ ഇരയെ കണ്ടെത്തിക്കഴിഞ്ഞു. കള്ളിയങ്കാട്ട് നീലി വെറുമൊരു കൊലയാളിയല്ല, അനീതി ചെയ്യുന്നവരുടെ നെഞ്ചു പിളർന്ന് ആ ചോര കൊണ്ട് ദാഹമകറ്റുന്ന നീതി ദേവതയാണ്. മരപ്പൊത്തുകളിൽ നിന്നും കാടിന്റെ മർമ്മരങ്ങളിൽ നിന്നും
അവൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകും. അവൾക്ക് മൃത്യുവിന്റെ മുഖമാണ്. പകൽ വെളിച്ചത്തിൽ നീലി വെറുമൊരു കെട്ടുകഥയായിരിക്കാം. എന്നാൽ ഇരുളിൽ അവൾ മാത്രമാണ് സത്യം. കാറ്റിൽ അങ്ങനെ ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ പരേഡ് ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഈ സാധനം കണ്ടപ്പോൾ ഇത് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അത് മേടിച്ച് കഴിച്ച്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നടന്ന് ഫുള്ളങ്ങോട്ട് നടന്ന് പിന്നെ കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന്. അപ്പം നമ്മൾ ട്രെയിനിൽ ലേറ്റ് ഇട്ടിട്ട് തിരിച്ച് പോരാന്നുള്ള മൈൻഡിലിരിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ലേറ്റായ ഒന്നാമത് ന്യൂ ഇയറും കൂടെ ആയത് കാരണം ബസ് ഷോകാണ്ട് ഇവിടം വരെ എത്തണ്ടേ, വടുതല വരെ എത്തണ്ടേ എന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങൾ നേരത്തെ പോകുന്നു. പിന്നെ അടുത്ത് ഈ ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്പേസ് ഉണ്ട്, അവിടേക്കൊന്ന് ജസ്റ്റ് കയറി ഇറങ്ങി നടന്ന് അപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്നിട്ട് ഒരുപാട് ലേറ്റ് ആയില്ല. കാരണം നമ്മൾ അവിടെ നിന്നിട്ട് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് നമുക്ക് ബസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഓട്ടോക്കാണ് പോയത്. പിന്നെ തിരക്കായത് കാരണം അതിൻ്റെ വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. ഫുള്ള് തിരക്കായിരുന്നു. പിന്നെ കൊച്ചിനെയും കൊണ്ട് വീഡിയോ ഒക്കെ എടുക്കൽ കുറച്ച് ശോകമായിരുന്നു. ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഇക്കാക്കൻ്റെ ഫ്രണ്ട് ഒരു വൈൻ തന്നിട്ടുണ്ടായി. അപ്പോൾ അത് കുടിച്ച് ഫുൾ ടയർഡ് ചെയ്ത് കാരണം ഫ്രഷ് ആകാൻ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. കുറച്ച് ഡിലേ ആയി. ഞങ്ങൾക്ക് ആർക്കും വയ്യാത്ത കാരണമാണ്, പിന്നെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ട കാരണമാണ് കുറച്ച് ഡിലേ ആയിപ്പോയതും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്